വന്നല്ലോ വനമാല. ഉണ്ണിത്താൻ സാർ വന്നു. ഇടയ്ക്കിടയ്ക്ക് ഉണ്ണിത്താൻ സാർ വാ തുറക്കും. പക്ഷെ വാ തുറന്നാൽ അതൊരു ഒന്നൊന്നര തുറപ്പാണ് കേട്ടോ. ചാനലിലായാലും മീഡിയകളിലായാലും പത്രങ്ങളിലായാലും ഉണ്ണിത്താൻ സാർ വാ തുറക്കുമോ പ്രശ്നമാണ്. ഇപ്പോൾ ഇത് അദ്ദേഹം വാ തുറന്നിരിക്കുകയാണ്. ശശി തരൂരെ എത്താൻ മിണ്ടാതിരുന്നോണം. തന്നെ വച്ചിട്ടുണ്ട് തനിക്ക്. ഹൈക്കമാൻഡ് ഒന്ന് കൂടിക്കോട്ടെ. തനിക്ക് ആവശ്യം പാർലമെൻ്ററി സമ്മേളനത്തിൽ താൻ ഡൽഹിയിൽ വാ, ഞാൻ അവിടെ ഉണ്ട്. അവിടെ ഇട്ട് 2 ചൂട്ട അടി അങ്ങോട്ട് തരും. ആ പ്ലക്കനെ 2 അടി ഇത് പിടിച്ചിട്ട് നിങ്ങളുടെ ജുബായി പിടിച്ച് അങ്ങോട്ട് പിടിച്ചിട്ട് 2 അടി പ്ലക്കനെ തരുമെന്നാണ് നമ്മുടെ രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത്. പക്ഷേ ഉണ്ണിത്താൻ തെറ്റിപ്പോയി. ഉണ്ണിത്താൻ മാഷേ, ഇത് നിങ്ങൾ വേറെ ഏതെങ്കിലും നേതാവായിരുന്നെങ്കിൽ ഇതിനു മുമ്പേ നിങ്ങൾ നോട്ടീസ് കൊടുക്കില്ലായിരുന്നോ? ഇതിനു മുമ്പ് നിങ്ങൾ പുറത്താക്കില്ലായിരുന്നോ? ഇദ്ദേഹം അങ്ങനെ അർമാദിച്ച് പോവുകയല്ലേ നമ്മുടെ ശശികണ്ണൻ. അദ്ദേഹം അമേരിക്കയിൽ പോകുന്നു, ലോകരാഷ്ട്രങ്ങളാകെ മോഡിയുടെ ചെലവിൽ പോകുന്നു. മോഡി ഇംഗ്ലീഷ് ഹിന്ദിയിലോ മോഡിക്ക് അറിയാമെന്നുള്ള ഗുജറാത്തി പ്രസംഗിച്ചാലും കുഴപ്പമില്ല എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം മോഡി എന്ന് പറഞ്ഞ കരിസ്മാറ്റിക് ലീഡറാണ്. ഉണ്ണിത്താൻ സാർ കേട്ടോ എന്തോ എനിക്കറിയത്തില്ല. അമേരിക്കയിൽ പോയി അവിടുത്തെ ഒരു വലിയ യോഗത്തിൽ പറഞ്ഞു കളഞ്ഞു, കരിസ്മാറ്റിക് ലീഡർ ഓഫ് ഇന്ത്യ, ന്യൂ ജനറേഷൻ്റെ കാലത്തിനനുസരിച്ചുള്ള പുതിയ അവതാരമാണ്. അവതാരം എന്നൊക്കെയാണ് പറഞ്ഞത് മോഡിയെ. എന്തൊക്കെയാണ് അടിച്ചു പൊക്കിയത്. ഓപ്പറേഷൻ സിന്ദൂറിനെ, അതുപോലെ തന്നെ നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ പോയി വ്യത്യസ്ത രാജ്യങ്ങളിൽ പോയി അഭിപ്രായം പറയാൻ പോയതിനെ, അതുപോലെ ഡെലിഗേഷൻ അയച്ചതിനെ, ഡിജിറ്റൽ ഇന്ത്യയെ, മേക്ക് ഇൻ ഇന്ത്യയെ, അതുപോലെ മറ്റ് രാജ്യങ്ങൾക്ക് ആയുധം കൊടുക്കുന്നതിനെ, കോവിഡിന് മരുന്ന് കണ്ടുപിടിച്ചതിനെ, അങ്ങനെ മോഡി തൊട്ടതെല്ലാം പൊന്നാക്കുന്നു എന്നാണ് ഞാൻ പറയുന്നതല്ല, ശശി തരൂർ പറയുന്നത്. അതിനെതിരെ നിങ്ങളിങ്ങനെ ബഹളമുണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ വരുമ്പോൾ KPCC AICC പറയണ ഉണ്ണിത്താനെ വെറുതെ ഇരിക്കൂ, ഉണ്ണിത്താനെ മിണ്ടാതിരിക്കൂ എന്ന് പറയുന്നത്. പക്ഷെ എന്നാലും താങ്കൾക്ക് ഇപ്പം എവിടെന്നോ ഒരു സ്ക്രൂ കിട്ടിയിട്ടുണ്ട്. താങ്കളുടെ ലീഡർഷിപ്പിൽ നിന്ന് ചില മുതിർന്ന നേതാക്കൾ പറഞ്ഞു, ഉണ്ണിത്താൻ സമയമായി, തട്ടിക്കോ. എന്തായാലും താങ്കൾ അടിച്ചത് ഏൽക്കൂല. കാരണം ശശി തരൂരിന് അത്രയും കരിസ്മാറ്റിസം ഉണ്ട്. അത് താങ്കൾ മനസ്സിലാക്കുക. 4 പ്രാവശ്യം തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ചു. നിങ്ങൾ വേറെ ഒരു കാര്യം മനസ്സിലാക്കുക. ശശി തരൂരിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അദ്ദേഹം ക്രൗഡ് പുള്ളറാണ്. ഉണ്ണിത്താൻ ക്രൗഡ് പുള്ളറല്ല. അപ്പോൾ ക്രൗഡ് പുള്ളറായിട്ടുള്ള അദ്ദേഹം എഴുത്തുകാരനാണ്, സാഹിത്യകാരനാണ്, നന്നായി ഇംഗ്ലീഷ് അറിയാം, നന്നായി വിഷയങ്ങൾ അവതരിപ്പിക്കാൻ അറിയാം, ഒരുപാട് ഫാൻസ് ഉള്ളതാണ്. അത് കോൺഗ്രസിനകത്ത് മാത്രമല്ല. അങ്ങനെയുള്ള ശശി തരൂരിനെയൊക്കെ മുഖ്യമന്ത്രിയാക്കിയല്ലേ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ പ്രധാനമന്ത്രി കാൻഡിഡേറ്റ് ആയിട്ട് നിങ്ങൾ ഉയർത്തി കാണിക്കണ്ടേ? കോൺഗ്രസിനകത്ത് വന്നിട്ട് നേടാവുന്നതെല്ലാം നേടി. എന്താണ് ശശി തരൂർ നേടിയത്? ശശി തരൂർ നേടിയത് 4 പ്രാവശ്യം MP ആവുന്നതാണോ നേടിയത്? ഒരിക്കലും അല്ല ഉണ്ണിത്താൻ സാറേ. ശശി തരൂർ നേടാവുന്ന ഒന്നും നേടിയിട്ടില്ല. അദ്ദേഹം BJPയിലൊക്കെ ആയിരുന്നു. ഇതിനു മുമ്പേ 2 പ്രാവശ്യം മന്ത്രിയാവുമായിരുന്നു. ആദ്യം മന്ത്രിയായപ്പോൾ അദ്ദേഹത്തിന് പിഴവുകൊണ്ട്, അദ്ദേഹത്തിൻ്റെതായ പിഴവുകൊണ്ട് സംഭവിച്ചു. പക്ഷേ എന്നാലും കോൺഗ്രസിനകത്ത് ഇങ്ങനെയാണോ കൈകാര്യം ചെയ്യുന്നത്? നിങ്ങൾ AICC പ്രസിഡൻ്റായിട്ട് അദ്ദേഹത്തെ അല്ലേ വെക്കേണ്ടിയിരുന്നത്? മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ആരോഗ്യവും പ്രശ്നം, സംസാരിക്കാനും അറിഞ്ഞുകൂടാത്തൊക്കെ നിലയിൽ നിന്ന് മാറ്റി ഒരുപക്ഷേ നെഹ്റു ഉണ്ടായിരുന്നെങ്കിൽ, ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്നെങ്കിൽ ശശി തരൂരായിരുന്നില്ല AICC പ്രസിഡന്റ്. ശശി തരൂരിന് അത്രയും കാലിബറുള്ള നേതാവല്ലേ? അതുകൊണ്ടല്ലേ ഐക്യരാഷ്ട്രസഭയിൽ നിന്നൊക്കെ വന്ന ആളല്ലേ? വളരെ കാലിബറുള്ള നേതാവല്ലേ? ആ നേതാവ് നേടാവുന്നതല്ല നേടി എന്നൊക്കെ പറയുന്നത് ചുമ്മയാണ് ഉണ്ണിത്താൻ സാറേ. അദ്ദേഹത്തിന് ഇനിയും കാര്യങ്ങൾ കൊടുക്കാനുണ്ട്. അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കി ലോഞ്ച് ചെയ്തുകൊണ്ട് നമുക്കൊന്ന് തള്ളി നോക്കാം. ഭയങ്കരമായൊരു പോക്കായിരിക്കും പോകുന്നത്. എന്തായാലും ശശി തരൂരിന് അർഹമായത് കിട്ടിയെന്ന് പറഞ്ഞ് തള്ളണ്ട. രാഷ്ട്രീയത്തിൽ എപ്പോഴും അങ്ങനെ തന്നെയാണ്. താങ്കൾക്കും ഒരു പ്രാവശ്യം സീറ്റ് കിട്ടാതെയോ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുമ്പോൾ താങ്കളും പ്രതികരിക്കും. കോൺഗ്രസ് രാഷ്ട്രീയം അങ്ങനെ തന്നെയാണ് എല്ലാ കാര്യം. അതുകൊണ്ട് ശശി തരൂരിനെ വിട്ടേക്കുക. അദ്ദേഹം പറക്കട്ടെ. ഫീനിക്സ് പക്ഷിയെ പോലെ നല്ല കഴിവുള്ള നേതാവാണ്. നല്ല ആംബിയൻസ് ഉള്ള സാധാരണക്കാർ മുതൽ വിദ്യാർത്ഥികൾ മുതൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു നേതാവാണ് അദ്ദേഹം. ന്യൂജനും ഓൾഡ് ജനും എല്ലാവർക്കും ശശി തരൂരിനെ വലിയ ഇഷ്ടമാണ്. അതൊരു വിശ്വപൗരൻ തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ നമുക്ക് വിട്ടുപിടിക്കാം. എന്തായാലും നടപടി എടുത്തോളൂ AICC ഇതൊക്കെ. പക്ഷെ അല്ലാതെ അദ്ദേഹത്തെക്കുറിച്ച് ആക്ഷേപ അഭിപ്രായം പറയാതിരിക്കുന്നതാണ് അങ്ങേക്ക് നല്ലത്. അല്ലാതെ അദ്ദേഹത്തിനൊന്നും സംഭവിക്കാനില്ല. അങ്ങേക്ക് നല്ലത്. കാരണം അദ്ദേഹത്തെ എറണാകുളത്ത് പരിപാടിക്ക് വിളിച്ചില്ല എന്ന് പറഞ്ഞാൽ പരിപാടിക്കാർക്കാണ് മോശം. കാരണം അദ്ദേഹത്തെ വിളിച്ചാൽ കൂടുതൽ ആൾ കൂടും. അദ്ദേഹത്തിൻ്റെ ശബ്ദം കേൾക്കാൻ കോൺഗ്രസ്സുകാരില്ലാത്ത ഒരുപാട് പേര് ഉണ്ടാവും. വിളിച്ചില്ല എന്ന് പറഞ്ഞാൽ നഷ്ടം അദ്ദേഹത്തിനല്ല, പാർട്ടിക്കാണ് എന്നുള്ളതാണ് വളരെ പ്രധാനം. ഉണ്ണിത്താൻ സാറേ.